നമ്മൾ ബാംഗ്ലൂരിലുള്ള ഒരുപാട് മേഖലകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് കാറ്ററിംഗ് സർവീസും അതേപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റും. നമ്മളെന്തായാലും ജോണി ചേട്ടൻ്റെ കൂടെ ഉള്ള ജോണി ചേട്ടന് ഈ ഒരു ഫീൽഡിൽ മീൻസ് കാറ്ററിംഗ് ആണെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡിലും ഒരു 40 വർഷം ഇല്ല 28 വർഷം 28 വർഷം ഓക്കെ. ഓൾറെഡി ബാംഗ്ലൂരിൽ തന്നെയാണോ ഈ 28 വർഷം? ബാംഗ്ലൂരിലത്തെ 8 വർഷം ആവുന്നുള്ളൂ ഓക്കെ ഓക്കെ. ഓൾറെഡി. ആ അപ്പം ഇതിനു മുമ്പ് ഞങ്ങൾ മധ്യപ്രദേശിലായിരുന്നു ഇൻഡോർ. ഓക്കെ ഓക്കെ അവിടെ ഒരു 22 വർഷത്തോളം ഞങ്ങൾ അവിടെ ഓക്കെ. കണ്ടിന്യൂ ചെയ്യായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു ഇപ്പോൾ കേരള? അവിടെ കേരള ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും എല്ലാം കൊടുക്കുമായിരുന്നു. അവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡും കേരള ഫുഡും മെയിൻ. പക്ഷേ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ആശ്ചര്യമാണ്. കാരണം ബാംഗ്ലൂരിൽ മലയാളികളുടെ ഇത്രയും തോന്നെ പരിപാടികൾ ഇഷ്ടം പോലെ ബാംഗ്ലൂരിൽ ഇതൊന്നുമല്ല, ഒത്തിരി ഉണ്ട്. ആ പിന്നെ എത്ര ക്രൗഡാണ് ഇവിടെ എന്നറിയോ. മലയാളികളുടെ ഒരുപാട് കല്യാണ പരിപാടികൾ എല്ലാം വലിയ വലിയ പ്രോഗ്രാം. ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാം നല്ല നല്ല ടീമുകളാണല്ലോ. അവരൊക്കെ ഹൈ ടീമുകളാണ്. അവരെല്ലാം നല്ല ഒരു മിനിമം ഒരു 1000 പേര്, 500 പേര്, 700 പേര്, ഓക്കെ അത് കുറഞ്ഞുള്ളില്ല ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാം. നമ്മളെന്തായാലും ഇന്നും ജോണി ചേട്ടനൊന്ന് പരിചയപ്പെടാൻ വന്നായിരുന്നു. ഇവരുടെ ബോസ്കോ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് കാറ്ററേഴ്സ് അല്ലേ? ബോസ്കോ കാറ്റേഴ്സ് ആൻഡ് ഇവൻറ്റ്സ് ഓക്കെ. ബോസ്കോ കാറ്റേഴ്സ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറയുന്നൊരു ഇവരുടെ കണ്ണൂരിൽ ഇവർക്ക് ഇതിനായിട്ടുള്ളൊരു ഓഫീസുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു പാർട്ടി സ്പേസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ജോണി ചേട്ടൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരാൾ. പിന്നെ മകനുണ്ടല്ലേ കൂടെ? മകനാണ്. അവനാണ് ബോർഡിലിപ്പോൾ നടത്തുന്നതെല്ലാം. ഔട്ട്ഡോറിങ് എല്ലാം പുള്ളി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. കിച്ചൺ ഇൻചാർജ് ഞാനാണ്. അപ്പം ജോണി ചേട്ടൻ്റെ കൈപ്പുണ്യം തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. എല്ലാം ഞങ്ങൾ അവരും കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച്. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഈ ഫീൽഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഇടയ്ക്ക് പുള്ളിക്കാരത്തും വൈഫും ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. പിന്നെ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ നമ്മളെ മലയാളികൾ കൂടുതലും പറയുന്ന ഡിഷുകൾ എങ്ങനത്തെ ആയിരിക്കും? കൂടുതലായിട്ടും ആളുകൾ ഒരു എൻക്വയറി ഒക്കെ പറയുമ്പോൾ എല്ലാം ഉണ്ട്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയും സാധാരണ ഫുഡ്, പിന്നെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ എല്ലാം, പിന്നെ പോർക്ക് ഫ്രൈ, അത് കുഴപ്പമില്ലല്ലോ. നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഐറ്റംസും. പിന്നെ സദ്യകൾ. ഓണം സീസൺ ആയി കഴിഞ്ഞാൽ സദ്യകളുടെ കളിയാണല്ലോ മൊത്തം. അപ്പം ഈ ഓണ സീസൺ ആവുന്ന സമയത്ത് ഈ സദ്യകൾ എങ്ങനെ അപ്പാർട്ട്മെന്റുകാരും ഒരു 3 മാസത്തേക്ക് അത് കണ്ടിന്യൂ ആയിരിക്കും. ഓണം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 15 ദിവസം മുമ്പ്, ഓണം കഴിഞ്ഞ് ഒരു 2.5 മാസം വരെയും ഇതിൻ്റെ തന്നെ പരിപാടി ആയിരിക്കും. ഇപ്പൊ ജോണി ചേട്ടൻ തൃശ്ശൂരുകാരനാന്ന് പറഞ്ഞു. അപ്പം തൃശ്ശൂർ സ്റ്റൈലാണോ കേരളത്തിൽ ഫോക്കസ്? അല്ല, ഞങ്ങൾ എല്ലാം കോഴിക്കോട് സ്റ്റൈൽ ഉണ്ടാക്കും. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കോഴിക്കോട് സ്റ്റൈലിൽ ഉണ്ടാക്കാം. മലബാർ സ്റ്റൈലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ. ബിരിയാണി എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതെല്ലാം. പുറത്തുനിന്ന് ആരുമില്ല. അടുത്ത മാസം വരെ ഒരു പരിപാടി ഉണ്ട്. അതിലേക്ക് എനിക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ജോണി ചേട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടും. അടുത്ത മാസം 6 കല്യാണങ്ങളുണ്ട് ടോട്ടല്. നെക്സ്റ്റ് മന്ത് തന്നെ. ഈസ്റ്റ് കഴിഞ്ഞ ഉടനെ 6 കല്യാണങ്ങൾ ബുക്കിംഗ് ഉണ്ട്. ഓ, എല്ലാം മലയാളീസ് തന്നെയാണോ? മലയാളീസ് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇവിടുത്തെ കന്നഡക്കാരുടെയും കിട്ടാറുണ്ട്. ഒത്തിരി പ്രോഗ്രാം കിട്ടാറുണ്ട് കന്നഡക്കാർക്ക്. കാരണം കന്നഡ ബിരിയാണിയൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. എല്ലാം ഉണ്ടാക്കി എല്ലാം സ്റ്റൈലായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാറ്ററിങ്ങിൻ്റെ കൂടെ തന്നെ ഈ ഇവൻറ്റ്സിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള പ്രോഗ്രാംസ് മീൻസ് അവർക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം ചെയ്യുന്നു ഒരുമിച്ചാ. ഇവൻ്റെ പൂര സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം ഉൾപ്പെടെ കൊടുക്കുന്നത്. എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മളെ ഓഫീസ് ഇരിക്കുന്ന ഹെണ്ണൂർ ഭാഗത്താണല്ലോ. അതെ. അപ്പം ഈ ഭാഗത്തുള്ളവരാണോ കൂടുതലും എൻക്വയറി? അല്ലല്ല, ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ മൊത്തം കവറിങ് ആയി കഴിഞ്ഞു. കാരണം അതിപ്പോൾ ഞങ്ങളുടെ ഓൺലൈനിൽ മറ്റും ഇത് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി അറിയാമല്ലോ. അതുവഴിയായിട്ട് ഒത്തിരി പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു മിനിമം ഒരു പരിപാടികൾ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനത്തെ പരിപാടികളാണ് കൂടുതൽ എടുക്കാറ്? അങ്ങനെ എന്തെങ്കിലും പിന്നെ എത്ര കണക്ക്? എങ്ങനെ വെച്ചാൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ, അപ്പോൾ എത്ര പേരുടെ എന്നുള്ളൊക്കെ? ഞങ്ങൾ മിനിമം ഒരു 30 പേര് കുറഞ്ഞെടുക്കാറില്ല. 30 പേര് മിനിമം വേണം. 30-35 പേര് കുറഞ്ഞെടുക്കാറില്ല. അല്ലെങ്കിൽ ഡെലിവറി വേണമെങ്കിൽ ഡെലിവറി കൊടുത്തയക്കും. അങ്ങോട്ട് 25-30 പേർക്ക് വേണമെങ്കിൽ ഡെലിവറി കൊടുത്തയച്ചേക്കും. സെറ്റിങ്സ് ഉണ്ടല്ലോ. സെറ്റിങ്സ് മിനിമം 30-40 പേര് വേണം. ഇപ്പം നമുക്ക് ഇപ്പോൾ കാറ്ററിംഗ് ആണെങ്കിലും ഇവൻറ്റ്സ് ആണെങ്കിലും അതിൻ്റെ ഏത് ഡെക്കറേഷൻ ലെവലിലാണെങ്കിലും ഇപ്പം ജോണി ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവങ്ങളൊക്കെ കിട്ടും. എല്ലാം ഏതായാലും കിട്ടി കഴിഞ്ഞാൽ കിട്ടും. ഞാൻ കിട്ടും. ഇത് മോനാണ് എല്ലാം ചെയ്യണേ. അവൻ്റെ അക്കൗണ്ടിലെല്ലാം പോണേ. അതായത് അവൻ്റെ അക്കൗണ്ട് നമ്പറിലാണ് പണിതൊക്കെ. ഇത് ഫോൺ നമ്പറെല്ലാം അവൻ്റെയാണ്. ഞാൻ ഈ മുള്ളി കിച്ചൻ്റെ ഉള്ളിലാണല്ലോ. അപ്പം ഞാൻ ഇതിനെ മൊത്തം ഇൻചാർജ് എനിക്കാണ്. ഇത് ഫുഡിൻ്റെ സെക്ഷൻ, തയ്യാറെടുക്കൽ, സ്റ്റോക്ക് എടുക്കൽ എല്ലാം നമ്മുടെ ഇതിലാണ്. ഫുഡ് കയറി പോണവരെ എൻ്റെ കസ്റ്റഡിയിലാണ്. ഇപ്പം ജോണി ചേട്ടൻ ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ മീൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചെയ്തൊരു പ്രോഗ്രാം ഇപ്പം മാക്സിമം ഞങ്ങൾ ചെയ്ത് 3,500 പേര് ടോട്ടൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3000 പേര് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അത് വലിയ പരിപാടിയായിരുന്നു. അത് മലയാളികളുടെ വലിയൊരു കല്യാണ പരിപാടിയായിരുന്നു. ഇതൊരു കല്യാണമല്ല, ഇത് കോളേജിൽ പരിപാടിയായിരുന്നു. 3,500 പേരുടെ. അതും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. ഭംഗിയായിരുന്നു, നല്ല സ്റ്റൈലായിരുന്നു. അത് പിന്നെ നെക്സ്റ്റ് ഇയർ അവർ വിളിച്ചായിരുന്നു.
എന്തായാലും നമ്മളെ മലയാളികളുടെ ആഘോഷങ്ങൾ ഇവിടെ കൂടിക്കൂടി വരികയാണ് ബാംഗ്ലൂരിൽ. അതേപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കാറ്ററിംഗ് സർവീസസ് അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീംസ് ആരാണ്. അപ്പം നമുക്ക് ഇത്രയും ഒരു പാരമ്പര്യമുള്ള അല്ലെങ്കിൽ 28 വർഷത്തോളം ഈ ഒരു ഫീൽഡിലായിട്ട് നിന്ന് ഇപ്പം ബാംഗ്ലൂരിൽ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോണി ചേട്ടൻ്റെ ബോസ്കോ കാറ്റേഴ്സ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം ബാംഗ്ലൂരിൽ മലയാളീസിൻ്റെ ബർത്ത്ഡേ പാർട്ടീസ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ഓണം ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഇനിയിപ്പം നമുക്ക് ഏത് ജാതി മത ഭേദമില്ലാതെ തന്നെ പറയലേ അതെ എല്ലാ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ടല്ലേ. പിന്നെ ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ കിച്ചണിൽ ഞങ്ങൾ കുക്കിംഗ് എല്ലാം ഞങ്ങൾ ഫാമിലിക്കാർ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ആരും കുക്ക് ചെയ്യാനും പറ്റില്ല, ചെയ്യിപ്പിക്കാറില്ല. ഉള്ളി ഹെൽപ്പേഴ്സാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 6-7 പേര് കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ ഭക്ഷണം കഴിച്ചിരുന്ന് ഉറങ്ങുന്നുണ്ട്. ഇവരെല്ലാം ഹെൽപ്പേഴ്സ് ഞങ്ങളുടെ. അവരെല്ലാം കട്ട് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി തരും. നമുക്കൊന്നും കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക സ്റ്റൈലാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ. അതെല്ലാം അവരെല്ലാം നല്ലോണം കട്ട് ചെയ്തെല്ലാം കഴുകി വാഴി ചിക്കനൊക്കെ വറുത്ത് ക്ലീനാക്കി എല്ലാം കൊണ്ട് റെഡിയാക്കി വെച്ചേക്കും. പക്ഷേ കൂട്ടെല്ലാം ചെയ്യുന്നത് ഞങ്ങളായിരിക്കും. ഈസി പണി അത്. അതിന് വലിയ ടെൻഷനൊന്നുമില്ല ഇതിൽ. എല്ലാം റെഡിയാക്കി അവർ തരും. നമുക്കൊന്നും ടെൻഷനില്ല. നമുക്ക് വെറുതെ അവിടെ ഇരുന്നാൽ മതി, പറഞ്ഞു കൊടുത്താൽ മതി എങ്ങനെ ചെയ്യുക. പക്ഷേ SOP നമ്മൾ സെറ്റ് ചെയ്യണത് ഞങ്ങളായിരിക്കും. അവിടെയാണ് മെയിനായിട്ട്. ഓക്കെ. എന്തായാലും നമുക്കിനി ഒരുപാട് കല്യാണങ്ങൾ ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. എന്തായാലും ജോണി ചേട്ടനെ പരിചയപ്പെട്ടത് തന്നെ ഇത്രയും കല്യാണങ്ങൾ ഇനി ബാംഗ്ലൂരിലുണ്ട്. അതേപോലെ തന്നെ മലയാളികളുടെ കല്യാണ പരിപാടികളും നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂടാം. അപ്പം ഇനിയിപ്പം നിങ്ങൾ ബാംഗ്ലൂരിൽ ഒരു കാറ്ററിംഗ് സർവീസ്, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇവൻറ്റ് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബോസ്കോ കാറ്റേഴ്സ് ആൻഡ് ഇവൻറ്റ്സിന് ബന്ധപ്പെടാം. താങ്ക് യു ജോണി ചേട്ടാ, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞൊരു സ്റ്റൈൽ ഉണ്ടല്ലോ, കാരണം നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആ ഒരു കുക്കിങ്ങിൻ്റെ മെയിൻ. അതുകൊണ്ട് ഞങ്ങൾ കണ്ടിന്യൂസ് പോകുന്നത്, നല്ലതായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം എത്ര നാളെന്ന് അറിയില്ലെങ്കിലും ഞങ്ങൾ അവർ ഇത് പിടിച്ചാൽ പോകുന്നത് ഇപ്പോൾ നല്ലതായിട്ട്, നല്ല ഭംഗിയായിട്ട് പോകുന്നത്. അവർ കംപ്ലൈൻറ്റ് ഇല്ലാതെയും. ഇപ്പം നമ്മൾ കുക്കിങ്ങിന് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചാൽ അതൊരു ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ വിളിക്കാറില്ല, ഞങ്ങൾ തന്നെ ചെയ്യണം. ഞങ്ങൾ 3 പേരും ഇതിൽ ഇൻവോൾവാണ്. താങ്ക് യു.